നിങ്ങളൊരു +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ? നിങ്ങളൊരു +2 പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണോ? എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കുറച്ച് കരിയർ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. 2026-27 വർഷത്തേക്കുള്ള വിവിധ സർവകലാശാലകളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും ഈ വർഷം +2 പരീക്ഷയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ 2026-2027 അക്കാഡമിക് ഇയറിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ 2026 മാർച്ചിൽ സംഭവിക്കുന്ന +2 പരീക്ഷ എഴുതിയതിന് ശേഷമാണ്, അതല്ലെങ്കിൽ അതിനുശേഷമുള്ള റിസൾട്ട് വന്നതിന് ശേഷമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ആലോചിക്കുന്നത് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നഷ്ടം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. 2026-2027 വർഷങ്ങളിലേക്കുള്ള വിവിധ സർവകലാശാലകളിലേക്കുള്ള അഡ്മിഷൻസ്, അതിനു വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനൊക്കെ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഗൗരവമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വർഷം മുന്നേ അപേക്ഷ ക്ഷണിക്കും എന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാക്കണം. നോക്കൂ, 2026-27 വർഷത്തേക്കുള്ള അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിവിധ സർവകലാശാലകളിൽ ഇപ്പോൾ അഡ്മിഷൻ ക്ഷണിച്ചിരിക്കുന്നു. ഈ അപേക്ഷ ക്ഷണിക്കലിനെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, ഓഗസ്റ്റ് മുതൽ നവംബർ വരെ ചില സർവകലാശാലകളിലേക്ക് അപേക്ഷ ക്ഷണിക്കും. അഥവാ 2025 ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള 4 മാസ കാലയളവിൽ വിവിധ സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ ക്ഷണിക്കും. ശേഷം ഡിസംബർ മുതൽ മാർച്ച് വരെ വ്യത്യസ്തമായ സർവകലാശാലകളിലേക്കുള്ള അപേക്ഷയും ക്ഷണിക്കും. ശേഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെ വിവിധ സർവകലാശാലകളിലേക്കും വിവിധ കോഴ്സുകളിലേക്കുമുള്ള എൻട്രൻസ് എക്സാമിനേഷൻസും അതുപോലെ തന്നെ അപേക്ഷയും ഒക്കെ ക്ഷണിക്കും. ഇങ്ങനെ 3 സൈക്കിളിലാണ് ഒരു വർഷത്തേക്കുള്ള ഒരു അക്കാഡമിക് ഇയറിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുക. 2025 ഓഗസ്റ്റ് മുതൽ നവംബർ വരെ വിവിധ കോഴ്സുകളിലേക്ക് വിവിധ എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ഈ സമയത്ത് നമ്മൾ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മുടെ അവസരങ്ങളായിരിക്കും നഷ്ടപ്പെടുക. ഓഗസ്റ്റ് മുതൽ നവംബർ വരെ വിവിധ സർവകലാശാലകളിലേക്ക് ക്ഷണിച്ച അപേക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് എക്സാമിനേഷൻ ILET, ഡൽഹിയിലുള്ള അതിപ്രശസ്തമായിട്ടുള്ള നിയമ പഠന കേന്ദ്രമാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി. ആ സർവകലാശാലയിൽ നിന്ന് നിങ്ങൾ UG തരത്തിലുള്ള ഡിഗ്രിക്ക് വേണ്ടി നിങ്ങൾ LLB പഠിക്കാൻ, ഡിഗ്രി തലത്തിൽ നിങ്ങൾ LLB പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കേണ്ട സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. മറ്റൊരു എൻട്രൻസ് എക്സാമിനേഷനാണ് CLAT, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റിലേക്കും അപേക്ഷിക്കേണ്ട സമയമാണ് ഇപ്പോൾ. എന്താണ് CLAT വഴി നമുക്ക് ലഭ്യമാകുന്ന സ്ഥാപനങ്ങൾ? സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള വിവിധ തരത്തിലുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് CLAT. ഏകദേശം 20ലധികം നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭ്യമാകുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് CLAT. അതിലേക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ് ഈ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾ, ഡിസൈനിങ്ങിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനെ പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ പേരാണ് UCED, അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈനിങ്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ, പ്രത്യേകിച്ചും IIT-കളിലൊക്കെ ഡിസൈനിങ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് UCED എന്ന് പറയുന്നത്. അതിലേക്ക് അപേക്ഷിക്കാനുള്ളതും ഈ നവംബർ വരെയാണ് എന്നുള്ളത് പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കണം. ഇനി രാജ്യത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് NID. ആ NID-യിലേക്കുള്ള അവരുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഡാറ്റ് അപേക്ഷിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ലോകത്തെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള അറിയപ്പെട്ട ഒരു ക്യാമ്പസാണ് NID എന്നുള്ളത്. മികച്ച കമ്പനികളിലേക്ക് പ്ലേസ്മെന്റ് നടക്കുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NID എന്നുള്ളത്
പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. ലോ മേഖലയിലേക്കുള്ള 2 എൻട്രൻസ് എക്സാമിനേഷനെ പരിചയപ്പെടുത്തി, ഡിസൈനിങ്ങിലേക്കുള്ള 2 എൻട്രൻസ് എക്സാമിനേഷനും പരിചയപ്പെടുത്തി. ഇനി നവംബർ മാസത്തിൽ അപേക്ഷ ക്ഷണിക്കുന്ന ഒരു എൻട്രൻസ് പരീക്ഷയാണ് നിഫ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. നിഫ്റ്റിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ ഈ മാസത്തിൽ നവംബറിൽ അപേക്ഷ ക്ഷണിക്കും. അപ്പോൾ 3 എൻട്രൻസ് എക്സാമിനേഷൻസുള്ള അപേക്ഷ ക്ഷണിക്കുന്ന സമയമാണ്, അപേക്ഷിക്കാനുള്ള സമയമാണ് ഈ നവംബർ എന്ന് പറയുന്നത്. നോക്കൂ, ഞാൻ ഈ പറഞ്ഞ ഒന്നാമത്തെ സൈക്കിൾ, ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള സൈക്കിൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീമിയർ ക്യാമ്പസുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്ന സമയമാണ് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള സൈക്കിൾ. ലോകത്തെ തന്നെ അറിയപ്പെട്ട ക്യാമ്പസുകൾ, ലോകത്തെ തന്നെ നിലവാരമുള്ള ക്യാമ്പസുകളായി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ക്യാമ്പസുകളിലേക്കുള്ള അപേക്ഷയാണ് ഈ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ഈ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് IIT-യിലേക്കും NIT-യിലേക്കുമുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടുള്ള JEE മെയിൻ അപേക്ഷിക്കേണ്ട സമയം. അതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ, അതും രാജ്യത്തെ തന്നെ പ്രധാന സർവകലാശാലകൾ, പ്രധാന ക്യാമ്പസുകളായിട്ടുള്ള NIT-യിലും IIT-യിലും ഒക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ JEE മെയിൻ അപേക്ഷിക്കേണ്ട സമയമാണിപ്പോൾ. ഇനി മറ്റൊരു എക്സാമിനേഷനാണ് കുറച്ച് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷിക്കേണ്ട സമയം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ നെക്സ്റ്റ് എൻട്രൻസ് എക്സാമിനേഷൻ, ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള സർവകലാശാലയാണ് LPU എന്ന് പറയുന്നത്. അതിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം ഈ മാസം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കുക. മറ്റൊരു ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്യാമ്പസാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി VIT. അവരുടെ VIT എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷനും അപേക്ഷിക്കേണ്ട സമയമാണിപ്പോൾ. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്യാമ്പസാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്. അമൃതയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനും അപേക്ഷിക്കേണ്ട സമയമാണ് ഈ ഓഗസ്റ്റ് നവംബർ സൈക്കിൾ എന്ന് പറയുന്നത്. മറ്റൊരു പ്രശസ്ത കലാലയമായിട്ടുള്ള SRM യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടുള്ള JEEE എന്ന് പറയുന്ന എക്സാമിലേക്കും അപേക്ഷിക്കാനുള്ള സമയമാണ്. അതുപോലെ തന്നെ മംഗലാപുരത്തെ വളരെ പ്രശസ്തമായ ഒരു ക്യാമ്പസാണ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള സമയവും ഈ നവംബർ അടക്കമുള്ള മാസങ്ങളിലാണ് എന്നുള്ളത് പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. ഈ അവസാനം ഞാൻ പറഞ്ഞിരിക്കുന്ന LPU, അതുപോലെ തന്നെ VIT, അമൃത, SRM, മണിപ്പാൽ തുടങ്ങിയ സർവകലാശാലകളിലേക്ക് 1, 2, 3 ഫേസ് എക്സാമുകൾ, എൻട്രൻസ് എക്സാമുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ 1ാം ഘട്ട ഫേസ്, ഫസ്റ്റ് ഫേസ് എൻട്രൻസ് എക്സാമിനേഷനുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു സൈക്കിളാണ് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞത് ഏറ്റവും മികച്ച കലാലയങ്ങളിലേക്കാണെങ്കിൽ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ളത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെയും അപേക്ഷയാണ് ഡിസംബർ മുതൽ മാർച്ച് വരെ നടക്കുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഈ സമയത്ത് വരാനിരിക്കുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് നീറ്റ് എക്സാമിനേഷൻ. മെഡിക്കൽ വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്ന നീറ്റ് എക്സാമിനേഷൻ ഡിസംബറിൻ്റെയും മാർച്ചിൻ്റെയും ഇടയിലുള്ള മാസങ്ങളിലായിരിക്കും വരിക. മറ്റൊരു പ്രധാനപ്പെട്ട ക്യാമ്പസ് ആയിട്ടുള്ള BITSAT, അതുപോലെ തന്നെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടുള്ള കർണാടകയുടെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെയും ആ സംസ്ഥാനങ്ങളിലേക്കുള്ള വിവിധ പ്രൊഫഷണൽ ക്യാമ്പസുകളിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റിൻ്റെയും സമയം ഡിസംബർ മുതൽ മാർച്ച് വരെ ആയിരിക്കും എന്നുള്ളത് പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. ശേഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള സമയങ്ങളിലും വിവിധ എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് ക്ഷണിക്കും. കേരളത്തിലാണെങ്കിൽ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കേരളത്തിലെ വിവിധ സ്റ്റേറ്റ് സർവകലാശാലകളിലേക്കൊക്കെ ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള സമയങ്ങളിലായിരിക്കും അതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് കൂടി വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു വർഷത്തെ എൻട്രൻസ് പ്രോസസ്സാണ് +2 വിദ്യാർത്ഥികൾക്ക് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. 2025 ഓഗസ്റ്റിൽ തുടങ്ങി 2026 ജൂലൈ വരെ വിവിധ എൻട്രൻസ് പരീക്ഷകൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. അതിന് 3 സ്റ്റേജാണ് ഉള്ളത്. അത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെ ഒരു സ്റ്റേജ്, അതുപോലെ തന്നെ ഡിസംബർ മുതൽ മാർച്ച് വരെ സെക്കൻഡ് സ്റ്റേജ്, ഏപ്രിൽ മുതൽ ജൂലൈ വരെ മറ്റൊരു സ്റ്റേജ്, 3ാമത്തെ സ്റ്റേജ്. അപ്പോൾ വിദ്യാർത്ഥികളെ, നിങ്ങൾ കൃത്യമായി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട് ഉള്ള ഇൻഫർമേഷൻ കൃത്യമായി റെഫർ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക.
വിവിധ ബുള്ളറ്റിനുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വിവിധ സ്ഥാപനങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയർ ശോഭനമാവാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സിലേക്കും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിതാന്തമായ ജാഗ്രത കാണിച്ചുകൊണ്ട് എൻട്രൻസ് എക്സാമിനേഷന് കൃത്യമായി അപേക്ഷ കൊടുത്തുകൊണ്ട് അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാമ്പസുകളിൽ നിങ്ങൾ അഡ്മിഷൻ നേടുക. അതിനുള്ള പരിശ്രമമായിരിക്കട്ടെ ഇനി അങ്ങോട്ട് എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു ഓൾ ഓഫ് യു.